കാമുകിയുമായുള്ള ഫോൺ സംഭാഷണങ്ങളും കോൾ റെക്കോർഡും അടക്കം സ്വകാര്യ വിവരങ്ങൾ ഭാര്യയ്ക്ക് ചോർത്തി നൽകിയ മൊബൈൽ ടെക്നീഷ്യനെതിരെ കേസ്. തണിത്തുകര സ്വദേശി നവീൻ പ്രസാദാണ് ശരിയാക്കാൻ കൊടുത്ത ഫോണിലെ ഫോട്ടോകളടക്കം ചോർത്തിയത്. കേട്ടില്ലേ? ഇതേപോലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അതായത് നമ്മളെ പ്രൈവറ്റ് ഡാറ്റാസ് ഒക്കെ ചോർന്നു പോകുമോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാണുമോ എന്നുള്ള പേടിയിൽ മൊബൈൽ കംപ്ലൈന്റ് വന്നിട്ടും വീട്ടിൽ വെച്ചിരിക്കുന്നവരുണ്ട്. അവർക്കുള്ളതാണ് ഈ വീഡിയോ. നമ്മളെ മൊബൈൽ എവിടുന്ന് എപ്പോൾ കംപ്ലൈന്റ് വന്നാലും നമുക്ക് ധൈര്യത്തിൽ ഏത് ഷോപ്പിലും കൊടുക്കാം. അതിനെന്താ ചെയ്യേണ്ടത് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മൊബൈലിൽ സെറ്റിംഗ്സ് ചെറിയ ഒരു സെറ്റിംഗ്സ് ഓണാക്കാൻ മാത്രമേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഫോണുകളിലും ഈ സെറ്റിംഗ്സ് ഉണ്ട്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്ത് വെച്ചോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതിനുവേണ്ടി നമുക്ക് സെറ്റിംഗ്സ് ഒന്ന് ഓൺ ചെയ്യാം. സെറ്റിംഗ്സിൽ സെർച്ച് ബാറിൽ മെയിൻ്റനൻസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. മെയിൻ്റനൻസ് മോഡിൽ താഴേക്ക് പോയാൽ അവിടെ നിന്ന് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഓക്കെ, നമ്മളെ ഫോണ് ഇപ്പോൾ ഇതാ മെയിൻ്റനൻസ് മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ജസ്റ്റ് വേണമെങ്കിൽ ഒരു കോൾ ചെയ്ത് നോക്കാം നമുക്ക്. ഓക്കെയാണ്, ഇത് നമ്മളെ ഷോപ്പ് നമ്പറാണ്. ക്യാമറ ഒന്ന് ടെസ്റ്റ് ചെയ്തോ കേട്ടോ. ക്യാമറ ടെസ്റ്റ് ചെയ്ത് ഗാലറിയിലേക്ക് പോകട്ടോ. ഗാലറിയിൽ നമ്മളിപ്പോൾ എടുത്ത ഫോട്ടോ മാത്രമേ ഉള്ളൂ, വേറെ ഫോട്ടോ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ എങ്ങനെയാണോ വാങ്ങിയത് അതേപോലെ തന്നെയാണുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ മെയിൻ്റനൻസ് മോഡ് എങ്ങനെ ഓഫ് ആക്കേണ്ടതെന്ന് കൂടി നോക്കാം. എല്ലാം ഒന്ന് ടാപ്പ് ചെയ്താൽ ഇത് കാണിക്കും, യുവർ ഫോൺ ഈസ് മെയിൻ്റനൻസ് മോഡ്, ടാപ്പ് ഹിയർ എക്സിറ്റ് എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക, എക്സിറ്റ് കൊടുക്കുക, റീസ്റ്റാർട്ട് കൊടുക്കുക. പാറ്റേണോ അല്ലെങ്കിൽ നമ്മളെ ഫിംഗർ പിൻകോഡ് ഏതെങ്കിലും ഒന്ന് അടിക്കാൻ പറയും, അടിച്ചു കൊടുക്കുക. ഓക്കെ. അപ്പോൾ ചില ഫോണുകളിൽ ഈ സെറ്റിംഗ്സ് ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ഉടനെ വരുന്നുണ്ട്. അതിനുവേണ്ടി ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തോ, ഒന്ന് ഷെയർ ചെയ്തോളി. അപ്പോൾ ഓക്കെ, ബൈ.